ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ ടെറസിലെ ഒരു കുഞ്ഞു അടുക്കളത്തോട്ടാണ് കേട്ടോ. ഒരുപാട് കൃഷിയൊന്നുമില്ല, എങ്കിലും നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തക്കാളി ചെടിയുടെ അടുത്ത് നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു 5-6 ഗ്രോ ബാഗിലായിട്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ കമ്പൊക്കെ കുത്തി കൊടുത്ത് അതിലോട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കായ്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ഒടിഞ്ഞു വീഴാതിരിക്കാനാണ് ഇത് കമ്പ് വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. വേറെ 5-6 ഗ്രോ ബാഗിലായിട്ട് ഞാൻ പുതുതായി വേറെയും നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 10 ഗ്രോ ബാഗിലായിട്ട് ഞാൻ തക്കാളി കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും നല്ല രീതിയിൽ പുത ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായത് കൊണ്ട് തന്നെ പുത ഇടൽ നിർബന്ധമാണ് കേട്ടോ. ഇത് കണ്ടതിലൊക്കെ ഇപ്പോൾ നിറയെ തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഈ ഗ്രോ ബാഗൊക്കെ നിറക്കുമ്പോൾ കൂടുതലും ഉണങ്ങിയ കരിയിലയാണ് നിറച്ച് കൊടുക്കാറ്. കുറച്ച് മണ്ണ് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. അങ്ങനെ നിറച്ച ഗ്രോ ബാഗാണ് കേട്ടോ ഇതൊക്കെ. അടുത്തത് നമ്മുടെ പയറാണ്. പയറിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് വിളവെടുത്ത് കഴിഞ്ഞു. വീണ്ടും ഇതിൽ പൂവും കായൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല വലിപ്പമുള്ള പയറാണ്. അപ്പോൾ ഇത് ഞാൻ വിത്തിന് വെച്ചതാണ് കേട്ടോ. അത്യാവശ്യം ഈ വലിപ്പമുള്ള ഈ പയർ ഇത് കണ്ടോ, വിത്തിനായിട്ട് ഒരു 3 വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ പാവലാണ്. പാവലിൽ ഇപ്പോൾ 2 3 കായ്ച്ചു നിൽക്കുന്നുണ്ട്. പുതിയ പൂക്കളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ പന്തലിടാനൊക്കെ സൗകര്യം ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ബക്കറ്റിൽ 3 കമ്പൊക്കെ കുത്തിക്കൊടുത്ത് നമുക്ക് ഇതുപോലെ പാവൽ പടർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ട്. 5-6 ഗ്രോ ബാഗിലായിട്ട് ഞാൻ പാവൽ നട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, അതിൽ ഇങ്ങനെ വള്ളി കെട്ടിക്കൊടുത്ത് പന്തലിലോട്ട് ഇങ്ങനെ കയറ്റി വിടുക. അപ്പോൾ ഇതിലൊക്കെ പൂവിട്ട് തുടങ്ങി, അതാ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്നാണ്, ഇത് കുറ്റിയാമരയാണെന്നാണ് തോന്നുന്നത്. ഞാൻ വില്ലേജ് അഗ്രോയിൽ നിന്ന് തൈകൾ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ അമര കായ്ച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിലേ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കുറ്റിയാമരയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിലൊക്കെ നിറയെ പൂവും കായൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു കോവലിൻ്റെ വള്ളിയുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതാ പൂക്കളൊക്കെ ഉണ്ടായി കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്തതായിട്ട് ഇവിടെ ഉള്ളത് വെണ്ടയാണ്. വെണ്ട ഞാൻ 5-6 ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ ആയിട്ട് വെണ്ട നട്ട് കൊടുത്തിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് വിളവെടുത്തു. വീണ്ടും ഇത് അതിൽ നിന്നൊക്കെ പുതിയ കായകളൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. ഇത് കണ്ടത് ചുവന്ന വെണ്ടയാണ് കേട്ടോ. ഇതാ അതിൽ വിത്തിനായിട്ട് വെച്ചതാണത്. അതുപോലെ അതിൻ്റെ ഇടയിൽ ഒരു കറിവേപ്പും ഉണ്ട് കേട്ടോ. ഒരു വീടായാലും ഒരു കറിവേപ്പൊക്കെ നിർബന്ധമാണ്. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യത്തിനൊക്കെ വേഗം പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കറിവേപ്പൊക്കെ നട്ട് പിടിപ്പിക്കണം. എങ്കിലേ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നമുക്ക് വിഷമില്ലാത്തൊക്കെ പറിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചട്ടിയിൽ നട്ടിട്ടുള്ളത് വഴുതനയാണ്. അപ്പോൾ ഈ ചട്ടിയൊക്കെ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. വഴുതന തന്നെ പല വെറൈറ്റി വഴുതനയുണ്ട്. ഇത് നീളമുള്ള വഴുതന, അതുപോലെ ഇത് ഉണ്ട കത്രിക്കയാണ് കേട്ടോ. അതുപോലെ വെള്ള ഉണ്ടയുണ്ട്, അത് വയലറ്റ് ഉണ്ടയുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി വഴുതനയുണ്ട്. അപ്പോൾ ഇതും ഒരുപാട് വിളവെടുത്ത് വീണ്ടും അതിലൊക്കെ കായ്കളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബന്ധിച്ചെടി നട്ട് കൊടുത്തിരുന്നു. ഈ ബന്ധിച്ചെടി ഇങ്ങനെ നട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കീടങ്ങളുടെ ആക്രമണം വളരെ കുറവാണ്. ഈ വഴുതനയുടെ ഇടയിലൊക്കെ ഓരോ ബന്ധിച്ചെടി ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ കാണാൻ നല്ലൊരു ഭംഗി. ഇതിങ്ങനെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇത് കണ്ടത് പച്ച വഴുതനയാണ്. ഇതിഷ്ടം പോലെയാണ് കേട്ടോ കായ്ച്ചിട്ടുള്ളത്. രാവിലെ നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ നമ്മുടെ കൃഷിയുടെ അടുത്തൊക്കെ വന്ന് നമ്മുടെ ചെടികളൊക്കെ ഇതുപോലെ ഇലയുടെ അടിയിലും മുകളിലെ കീടങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് ഇതുപോലെയൊക്കെ ഇതിൽ നിന്ന് വിളവ് കിട്ടുകയുള്ളൂ. കീടങ്ങളുണ്ടായാൽ പെട്ടെന്ന് അതെല്ലാത്തിലേക്കും പടർന്ന് കയറും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടും വഴുതന ചെടിയാണ് കേട്ടോ. ഇതിലും കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വിളവെടുക്കണം, ഇന്ന് വിളവെടുക്കണം കേട്ടോ അതൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അതുപോലെ ഞാൻ കുറ്റിക്കുരുമുളകും കൃഷി ചെയ്യുന്നുണ്ട്. ഒരു 3 ഗ്രോ ബാഗിലും ഒരു ചട്ടിയിലായിട്ടാണ് കുറ്റിക്കുരുമുളക് നട്ട് കൊടുത്തിരുന്നത്. ഇത് നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ്. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പും ഞാൻ മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിരുന്നു. അത് ഈ തൈ നടുന്നതും അതിൻ്റെ പോട്ടി മിക്സൊക്കെ. അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഇതും വിളവൊക്കെ എടുക്കാനായിട്ടുണ്ട്. പച്ചക്കുരുമുളകൊക്കെ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് പെട്ടെന്ന് വന്ന് എടുക്കാനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായാൽ നമ്മൾ തന്നെ നട്ട് പിടിപ്പിക്കണം. എന്നാൽ നമുക്കിത് പെട്ടെന്നൊക്കെ എടുത്ത്
ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇത് കണ്ടു, ഇതിലൊക്കെ ഇപ്പം നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കമ്പ് കുത്തിക്കൊടുത്ത് അതിലോട്ട് ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്തിട്ടാണുള്ളത്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ കോളിഫ്ലവറാണ്. 5-6 ചട്ടിയിലായിട്ട് കോളിഫ്ലവർ നട്ടിട്ടുണ്ട്. ഒരു 10 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജൈവവളം ഇട്ട് കൊടുത്ത് അതിന് ചുവട്ടിൽ മണ്ണും കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തോടെ ഇതൊക്കെ വളർന്നു വരും കേട്ടോ. അതുപോലെ ഒരു 4 ഗ്രോ ബാഗിൽ ക്യാബേജ് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ക്യാബേജാണ് കേട്ടോ. ക്യാബേജ് സാവധാനം ഇങ്ങനെ വലുതായി വരുന്നുള്ളൂ. ഇത് ബ്രക്കോളിയാണ് കേട്ടോ. അപ്പോൾ ഇതും വളമൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഞാൻ ഈ ഒരു പെട്ടിയിലാണ് നട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വലുതാകാനുള്ള സൗകര്യം ഉണ്ടോയെന്ന് അറിയില്ല, അന്ന് വെറുതെ അങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് വഴുതന അതുപോലെ ആ മല്ലികത്തയൊക്കെ ഇതിൽ നട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളകാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് വിളവ് കിട്ടിയിട്ടുണ്ട്. ഉജ്ജ്വല ഇത് മുകളിലോട്ട് ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന ഒരു അടിപൊളി മുളകാണ് കേട്ടോ. ഇതിന് വല്ലാതെ കുരുടിപ്പും മുരടിപ്പും ഒന്നും വന്നിട്ടില്ല. വെള്ളിച്ചയുടെ ശല്യമൊന്നും ഇതിൽ കണ്ടിട്ടില്ല. ഇത് ഉണ്ടമുളകാണ്. ഇതിലൊക്കെ ഒരുപാട് വെള്ളിച്ചയുടെ ശല്യം തന്നെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കീടനിയന്ത്രണങ്ങളൊക്കെ തയ്യാറാക്കിയ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിരുന്നു. കാണാത്തവരുണ്ടായാൽ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ടും ഇതിലിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ, കാണാനായിട്ട് പറ്റും. പക്ഷെ നല്ല രീതിയിൽ ഇതിലൊക്കെ വിളവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിലൊക്കെ കുറേ മുളക് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിത്തിന് വെക്കാമെന്ന് വെച്ചതാണ്. അപ്പോൾ 3 കളറായിട്ടാണ് ഈ മുളക് ചെടിയിൽ കാണാറ്. ചുവപ്പ്, ഓറഞ്ച്, വെള്ള, അങ്ങനെ 3 കളറായിട്ടാണ് ഇത് നിൽക്കാറ്. ഈ ഒരു ഭാഗത്തൊക്കെ മുളക് ചെടികളാണ് നട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നീളൻ മുളകാണ് ഇതൊക്കെ. ഇതിലൊക്കെ ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട്. ഒരുപാടാണ് ഇതിൽ നിന്നൊക്കെ വിളവെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് അന്നാന്ന് ആവശ്യമുള്ള നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും കൃഷിയൊക്കെ ചെയ്യണം. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഈ ഒരു ഭാഗത്ത് ഉണ്ടമുളക് ഇതിൻ്റെ തൈകളാണ് കേട്ടോ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ അടുത്ത് നട്ട് പിടിപ്പിച്ചാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ വളമിട്ട് മണ്ണൊക്കെ കൂട്ടി കൊടുത്തതാണ്. പിന്നെ നമ്മളിവിടെ ചട്ടിയിൽ കറിവേപ്പ് അതുപോലെ പുതിന ഇല കണ്ടോ, പുതിന ഇലയൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കളകൾ നിറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ ഇഞ്ചി അതൊക്കെ ഇവിടെ ഉണ്ട്. ഇതെന്താണെന്നറിയാം, ഇതാണ് മുറിക്കൂട്ടി എന്ന് പറയും. മുറിയൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് ഇതിൻ്റെ ഇല എടുത്ത് പിഴിഞ്ഞ് നീര് നമ്മൾ മുറിവിൽ വെച്ച് പുരട്ടിയ മുറിയൊക്കെ പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ അതൊരു തണ്ട് ഞാൻ ഇവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രോ ബാഗിൽ നട്ട ചേനയാണ്. ചേന ഇതാ വിളവെടുക്കാനായിട്ടുണ്ട്. തണ്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിളവെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളായ ബുഷ് ഓറഞ്ചാണിത്. ഇത് നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയാണ്. അതുപോലെ പേരയുടെ തൈയുണ്ട്. 3-4 ഗ്രോ ബാഗിൽ പേര നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇളന്തപ്പഴം എന്നാണ് പറഞ്ഞത്, എനിക്കറിയില്ല, അതാണെന്ന് തോന്നുന്നു. ഇതും അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പേരയുടെ തൈകളാണ്. ഇതൊരു സപ്പോട്ടയുടെ തൈയാണ്. ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയായിരുന്നു. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ജമന്തിയുടെ തൈകൾ നട്ട് പിടിപ്പിച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് വില്ലേജ് അഗ്രോയിൽ നിന്ന് കുഞ്ഞു തൈകൾ വാങ്ങിയതായിരുന്നു. മഞ്ഞ, വെള്ള, ഓറഞ്ച് എന്നീ കളറിലുള്ള പൂക്കളാണ് ഇതിലൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇത് കണ്ടില്ലൊക്കെ നിറയെ പൂക്കളാണ്. അപ്പോൾ നമുക്ക് വിളവെടുക്കാൻ പാകമായതൊക്കെ ഒന്ന് വിളവെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വഴുതന ഇതൊരു 3-4 ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ദിവസത്തേക്ക് ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ ഉള്ളതായി. നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമുക്ക് തന്നെ വിളയിച്ചെടുക്കാം. അതിന് ഒരുപാടൊന്നും വേണ്ട. നമ്മളെ കൊണ്ട് എത്രത്തോളം കഴിയോ അത്രയും നമുക്ക് നട്ട് പിടിപ്പിക്കാം. നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് നമുക്ക് ഒരുപാട് തൈകളൊക്കെ നട്ട് പിടിപ്പിക്കാം. ഈ പച്ച വഴുതന ഒരു 4 എണ്ണമാണ് കേട്ടോ ഞാനിപ്പോൾ വിളവെടുത്തത്. നമുക്ക് മറ്റുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് വെണ്ടയുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തു. കുറച്ച് ഇന്നത്തെ ആവശ്യത്തിനുള്ള മുളകാണ് കേട്ടോ എടുക്കുന്നത്. ഒരുപാടൊന്നും എടുക്കുന്നില്ല. ഇന്നത്തെ ആവശ്യത്തിനുള്ള മാത്രമാണ് എടുക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വിളവെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കി അതിൽ നിന്നൊക്കെ വിളവെടുക്കുക എന്ന് വെച്ചാൽ രാവിലെ വന്ന് നമ്മൾ നനച്ച് കൊടുക്കുക,
അതിനൊക്കെ കുറേ വളം ഇട്ട് കൊടുക്കുക. വളങ്ങളൊന്നും വെറുതെ പുറത്തുനിന്നൊന്നും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ കിച്ചണിൽ വേസ്റ്റാക്കി കളയുന്ന പഴത്തിൻ്റെ തൊലി, ഉള്ളിത്തൊലി, അതുപോലെ മുട്ടയുടെ തൊണ്ടൊക്കെ നല്ലപോലെ ഉണക്കി നമുക്ക് പൊടിച്ച് വളമാക്കി ഉപയോഗിക്കാം, അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ കമ്പോസ്റ്റൊക്കെ കിച്ചൺ വേസ്റ്റൊക്കെ ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് നല്ലൊരു വളമാണ്. അതുപോലെ നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളമൊക്കെ നല്ലപോലെ വെള്ളം കൂട്ടിച്ചേർത്ത് എല്ലാ ചെടികൾക്കും ഒഴിച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല വിളവൊക്കെ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടെറസിലുള്ള കൃഷികൾ. അപ്പോൾ ഒരുപാട് പേർ ചോദിക്കാറുണ്ട് ടെറസിലെ കൃഷിയുടെ വീഡിയോ ഒക്കെ ഇടുമെന്ന്. അതുപോലെ കറ്റാർവാഴ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേനുണ്ട് കേട്ടോ, ഒന്ന് വിളവെടുക്കാൻ രോബാഗിൽ നട്ട ചേന. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ മുകളിലുള്ള കളകളൊക്കെ മാറ്റി രോബാഗ് നമുക്കൊരു കവറിലോട്ട് ചെരിഞ്ഞ് നോക്കാം. എത്രത്തോളം ഉണ്ടെന്ന് അറിയാമല്ലോ ചേന. അപ്പോൾ ഈ ഗ്രോബാഗ് നിറക്കുമ്പോൾ ഞാൻ കൂടുതൽ ഉണങ്ങിയ കരിയില മാത്രം നിറച്ചിട്ടാണ് ഈ ചേന നട്ടത്. കുറച്ച് മണ്ണ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ചേനയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ഇതൊക്കെ മതി. നമുക്കിങ്ങനെ നട്ട് കൊടുത്താൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചേനയും നമുക്ക് വിളവെടുക്കാം. അപ്പോൾ ഈ മണ്ണ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, കൂടുതൽ കരിയിലായതുകൊണ്ട് നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ അത്. ചേനയൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് ഇടവിള കിറ്റായി കിട്ടിയതായിരുന്നു. അതിൻ്റെ കൂടെ മഞ്ഞൾ, ഇഞ്ചിയൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ മഞ്ഞളുടെ വിളവെടുപ്പൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ചേന ഞാനിപ്പോൾ മൂന്നാമത്തെ ഗ്രോബാഗത്തെ ചേന കേട്ടത് വിളവെടുത്ത് നമുക്ക് 2 ദിവസം വെക്കാനുള്ള ചേന ഇത് മതി. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.